ഗോഡ്. നാളെ മുതൽ 9 മണിക്ക് മുമ്പേ ക്ലാസ്സിൽ പോകണം. Yes. Please. അവനിന്നും കുളിച്ചില്ല അല്ലേ? അത് അവന് രാവിലെ ക്ലാസ് കാണും. അതെന്താ മേരി, കുളിച്ചാൽ ക്ലാസ് കേട്ടില്ലേ? ആ ജോസഫിനും മേരിക്കും യേശു ആയിരുന്നു മകൻ. ഈ ജോസഫിനും മേരിക്കും ഞാനും വരുന്നു. പിന്നെ നീ ചാടി ചാടി വരുമ്പോഴേക്ക് രാത്രിയാവും. എനിക്ക് സെന്റ് ജോർജിന് പോവേണ്ടതാ. സോഫി, ഞാൻ ഇറങ്ങുവാ. നിന്റെ ഡാഡിയോട് പറഞ്ഞേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. വേറെ ഒന്നും അറിയണ്ടല്ലോ ആ സൂപ്പർ ഹിറ്റ് സംവിധായകന്. മോളതൊന്നും കാര്യാക്കണ്ട. മമ്മിയുടെ സ്വഭാവം മോക്കറിയാലോ. സമയം കളയണ്ട, മോള് ക്ലാസ് പൊക്കോ. പപ്പയ്ക്ക് ഒരു സബ്ജക്റ്റ് കേൾക്കാൻ പോണം. രാവിലെ തന്നെ ഇറങ്ങിക്കൊള്ളു ഓരോരുത്തന്മാര് ചാന്തിയും ഷഡിയും കാണിച്ചോണ്ട്. അതെ, അമ്മച്ചിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നോക്കിയാ മതി. ടാക്സ് ഒന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ? ഓനെ ഇതൊക്കെ ഉപയോഗിച്ചാലേ ക്യാൻസർ വരും. എന്നെ നോക്ക്, ഞാൻ ഇതൊക്കെ വിൽക്കുന്നുണ്ടെങ്കിലും വലിക്കില്ല, കുടിക്കില്ല, മറ്റു യാതൊരു ദുശീലങ്ങളും ഇല്ല. താനൊക്കെ വല്ല പാണ്ടിലോറിക്കടിയിലും പോവാനുള്ളതാ. പാണ്ടിലോറിക്കടിയിൽ പോകുന്നതിനും ഭേദം ഇത് തന്നെ. What's your problem, bro? നീ കൊട്ടയ്ക്ക് പോത്തോടാ. അവന്റെ കോട്ടും സൂട്ടും പത്രാസും കണ്ട അവനെ രണ്ട് കൊച്ചി രാജാന്റെ കൊച്ചുമോനാണെന്ന് തോന്നും. ശപിക്കാൻ ഇയാളാര്? ദുർവാസാവോ? ഹലോ, റെയിൽവേ സ്റ്റേഷൻ. ഇന്നത്തെ ഒരു ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ട്. സോറി, ഏത് ട്രെയിനിലാണെന്ന് പറയാൻ സൗകര്യമില്ല. ഏത് ട്രെയിനിലും ആവാം. ഫയർഫോഴ്സ് സാറേ, ശിവപുരത്ത് അല്ല പനയൂര് ഒരാൾ കിണറ്റി വീണിട്ടുണ്ട്. ഉടൻ വരിക. ഓ മൈ ഗോഡ്. ഇന്നും കുറച്ച് ആൾക്കാർ ബുദ്ധിമുട്ടട്ടെ. ഒരു രസം.
KL09G 9652. RT ഓഫീസിൽ കയറി തപ്പേണ്ടി വരുമല്ലോ ആന്റി. നിനക്കൊന്നും വീട്ടിൽ അമ്മ പങ്കമാരില്ലേടാ? അവരെല്ലാവരും ഓട്ടിപ്പോയിരിക്കുക. നാളെ വരും. എന്തേ? പറഞ്ഞത് കേട്ടില്ലേ? തേമ്മാടി. വല്യമ്മച്ചി മിണ്ടാതിരി. കാറ്റ് പോവുകയെ. തളരരുത്. രാവിലെ തന്നെ ഇറങ്ങിക്കോളും പെണ്ണുങ്ങളായോട്ടെ ഞാരമ്പ് രോഗികള് ഓട്ടപ്പെട്ടാ കിടന്നിട്ട് സമയം. എന്തുവാടാ ഇത്? സെൽഫോൺ കമ്പനിക്കാർ നിനക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ടോ ഇത്രയധികം നമ്പർ എഴുതി വെക്കാനേ? ഏത് പെണ്ണിനെ കണ്ടാലും നീ നമ്പർ ഇട്ട് കൊടുക്കും ഇല്ലേടാ? ഈ രാത്രി കൊണ്ട് നിന്റെ അണ്ടർവേൾഡ് ഇട്ടൊന്നും കറക്കാനുണ്ടല്ലോ. നിന്റെ നമ്പരും ഉണ്ടാവില്ല, നമ്പർ 1 ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ. യെസ് സാർ, ഞാൻ ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് മണിയൂർ ബ്രാഞ്ചിന്റെ മാനേജർ. ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിക്കണം. എന്റെ ഡാഡിയാണ് സാർ. അത് ശരി. അപ്പൊ സിറ്റിയിലെ കുപ്രസിദ്ധ പൂവാലന്റെ അച്ഛനായില്ലയോ? ആ ഇരി ഇരി. വകുപ്പ് 354. പൊന്നുമോൻ 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പത്രത്തിൽ ഫോട്ടോ വേറെയും. നോ സാർ, ദേവി ഇത് കേസെടുക്കരുത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാർ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് സാർ, ഈ തവണത്തേക്ക് ഒന്ന് മാപ്പാക്കണം. എന്തിനാടാ നല്ലവനായ ഈ അച്ഛനെ അച്ഛനെ നാണം കെടുത്തുന്നേ? ആ നിന്റെ കോപ്പും പേഴ്സും ഒക്കെ എടുത്തിട്ട് പോ. താങ്ക് യു സാർ. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലെ താങ്കളുടെ ബാങ്കിൽ ലോണുണ്ട്. 3000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മാസത്തെ അടവ് മിസ്റ്റർ ജോസഫ് ഒന്ന് അടച്ചാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. അയ്യോ, ഇജയ, ഇജയ, ദേ, മുറിക്കകത്തുനിന്ന് ഒരു അനക്കവും കേൾക്കുന്നില്ല. ഒന്നും കഴിച്ചിട്ടൂടെ ഇല്ല ഇതുവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ അത്രയ്ക്ക് അങ്ങ് വഴക്ക് പറയണ്ടെന്ന്. ഇപ്പോഴൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന. അയ്യോ എന്റെ കർത്താവേ, എന്റെ മോനെങ്ങാനും. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കല്ലേ. ഞാൻ നോക്കട്ടെ. വാ മോനെ. ദാ മഡോണ. മോനെ, മോനെ. ദാ നീ സ്റ്റോളെ ഒന്ന് പിടിച്ചു. എന്താ എന്താ കാണാമോ? മോനുണ്ടാവത്ത് പറയുന്നേ. ഫാനിലൊന്നുമില്ല. നല്ലോണം നോക്കിക്കേ. അയ്യോ, എന്താ ചയ പറയുന്നേ? എന്താ എന്തു പറ്റി? ആഹാരം കഴിച്ചില്ലേലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമാ ചെയ്തു.
Victory! 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 Oh, one time! Victory! പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ സാഹസിക പരിപാടികളെക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ പരിപാടി. കാരണം ഈ പരിപാടി ശ്രീ ചന്ദ്രൻ അവർകൾ സെക്രട്ടറി ആയിട്ടുള്ള തെരുവ് കുട്ടികളുടെ സംഘടനയായ സേവ് ചന്ദ്രൻ ഫോറത്തിന്റെ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചതുകൊണ്ടാണ്. നല്ല രീതിയിൽ സംഭാവന നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എന്റെ അടുത്ത തെരുവ് മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെക്കാളും മുന്നിട്ടിറങ്ങിയ മൂസാക്കയോടുള്ള നന്ദി ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. മൂസാക്കയെ പോലെ ഇനിയും ഒരുപാട് പേർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ള നാട്ടുകാരെ, സമിതിക്ക് വേണ്ടി പിരിഞ്ഞു കിട്ടിയിട്ടുള്ള 10,000 രൂപ 75 പൈസ ശ്രീ മൂസക്ക പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ജെയിംസ് കുരുവിളക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ചന്ദ്രേട്ടന് വേറെ പണിയൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ പറയണ ഫോട്ടോഗ്രാഫർ വന്നില്ല. പിന്നെ പ്രശസ്ത സംവിധായകൻ പണ്ടെങ്ങാണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് 18 നില പൊട്ടുകയും ചെയ്തു. അതിന്റെ പേരും പറഞ്ഞ് നടക്കുക നിന്റെ പപ്പ. എന്തേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണിയില്ല ഡയറക്ടർ അല്ലേ നിന്റെ അപ്പൻ? ഫോട്ടോ ഫോട്ടോ Prem, take the class. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഐ എം മറഡോണ. മറഡോണ. എനിക്ക് കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാ ഇവിടെ തന്നെ വന്നത്? വേറെയും കരാട്ട ക്ലാസ്സിലുണ്ടല്ലോ. എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ടേ കാര്യമുള്ളൂ. എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടം കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തിയായ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെൺപിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസ്സുകളുണ്ട്. See you tomorrow morning. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. വിട്. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? എന്തേ ഡയറക്ടർ സാർ ഇതുവരെ എത്തിയില്ലേ? ഇന്നൊരു ഡിസ്കഷൻ ഉണ്ട്, ലേറ്റ് ആവുന്ന പപ്പ പറഞ്ഞിരുന്നു. ഡിസ്കഷൻ ഈ നൂറ്റാണ്ടിൽ എങ്ങനെ തീരും? അത് ഒടുക്കത്തെ ഒരു സിനിമാ ഭ്രാന്ത്. മമ്മി എന്തിനാ എപ്പോഴും പപ്പയെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നാട്ടുകാർ മൊത്തം അത് ചെയ്യുന്നുണ്ട്, കൂടെ മമ്മിയും. അതെടി, ഇനി ഞാൻ പറയും, എന്റെ അപ്പച്ചി ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്താ നിന്റെ പപ്പ സിനിമ പിടിച്ച് തൊലച്ചത്. ഇനി ബാക്കിയും കൂടെ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് സമാധാനാവും. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാ ഇവിടെ ആരും പട്ടിണി കിടക്കാത്തത്. കെട്ടിക്കാൻ പ്രായമായൊരു മോള്, അതും കാലിന് വയ്യാത്തൊന്നുണ്ടെന്ന് ബോധം പോലും ഇല്ലാത്ത മനുഷ്യൻ.
സന്ദേശം തന്നെയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഇലയണിഞ്ഞാൽ പോലും പേടിക്കുന്ന മൂസാക്കാനെ നിങ്ങൾ ബഹളം വെച്ച് പേടിപ്പിച്ച് മുക്കിക്കൊല്ലരുത്. ഇതൊരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര, മൂസാക്കാനെ മുക്കിക്കൊല്ലല്ലേ. ഒന്ന് മാറി. ഹലോ സർ, ഖാദർ മൂസ അഭ്യാസത്തിനിടയിൽ പാലസ് കുളത്തിൽ മുങ്ങി മരിച്ചു. ശവം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ചെളി ഉള്ളതിനാൽ ആരും കുളത്തിൽ ഇറങ്ങുന്നില്ല. ഉടൻ വരണം സർ. പാലസ് കുളത്തിൽ ഒരു അപകടം. കമോൺ, ഫാസ്റ്റ് ഫാസ്റ്റ്, കമോൺ. ഓ, ഒരു രസം. അയ്യോ, പ്രിയമുള്ളവരെ, എവിടെയോ തീ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫയർ എഞ്ചിൻ വരുന്നുണ്ട്. മാറിക്കൊടുക്കുക, ഒന്നോട്ട് പോരട്ടെ. ഫയർ എഞ്ചിൻ പോരട്ടെ. മാറു മാറു പ്ലീസ്. Oh my God! Come fast, fast! Come on, jump, 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 jump! ആരും പരിഭ്രാന്തരാകണ്ട. തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായി. അതാണ് ഫയർഫോഴ്സ്. എന്താ അക്രമം സാറേ കാണിച്ചത്? മൂസാക്കന്റെ പ്രകടനം തകർത്തില്ലേ? ഇതിന്റെ CD ലിപ്കൊക്കെ കൊടുക്കാന്ന് ഞങ്ങളെ അറ്റാക്കായിരുന്നു. എല്ലാം പൊളിച്ച്. അങ്ങനെയായിരുന്നോ? ഐ ആം സോറി. ഞാൻ കരുതിയത് എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പുകഴ്ത്തി പറയുന്ന 110ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ. ഒരു കാര്യം ഉറപ്പാ, ഈ ബോഡി കണ്ട സ്ത്രീകൾ മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈലല്ലേ? സത്യമാ, പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്താണ്, എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരൽപ്പച്ചക ജില്ല. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പോവാൻ പറന്ന് വേറും മണ്ടിയാ. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ മോൻ. മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ നിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കിൽ വെള്ളം ഊർന്നു. എപ്പോ? കുറച്ചു നാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗജില്ല. എന്നെ പോലെ. ഐ ക്യാൻ ഹെൽപ് യു. ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ ഇത് രാത്രി പാലിക്കലക്കി കെട്ടിവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്ലിയാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദ ബെസ്റ്റ്. പുഷ് പുഷ് പുഷ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. ഓ, നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but once upon a time there was a master. Yes. എന്താ പതിവില്ലാതെ പാലൊക്കെ? പോയിട്ട് വാ, ഇരിയാക്കി തരാം. വണ്ടി ഒന്ന് നിർത്തണോ? ശരി സാർ. ഇതവനല്ലേ? എന്തുവാടാ അത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈന്? ടാങ്കില് വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാ. നീ വന്നേ.
അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. വല്ലാതെ താമസമല്ലോ. ഷെർലി, ഒരു ചായ. ഇനി പാല് വേണ്ട, കെട്ടുവിടുന്നില്ലല്ലോ. നിന്റെ ആന്റിയോട് പറ ഇത് രാത്രി പാലി കലക്കി കെട്ടിവന് കൊടുക്കാൻ. യു ബ്ലഡി ചീറ്റ്. Come on, boys, follow me.